ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞങ്ങളുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് കാണിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, ചപ്പാത്തി മുട്ടക്കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മയുടെ സവാളയും തക്കാളിയൊക്കെ ചെത്തി അരിഞ്ഞെടുക്കുവാണ്. ഞങ്ങളിവിടെ വീട്ടിൽ തക്കാളിയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് എടുക്കാറ്. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക്, 2 വെളുത്തുള്ളി ചതച്ചതും കൂടി എടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി, അരിഞ്ഞ് വെച്ച തക്കാളിയും പച്ചമുളകും കൂടി ഇതിനകത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതെല്ലാം ആയി വരുമ്പോഴത്തേക്കും നമ്മൾ ബാക്കി പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മസാലപ്പൊടി എല്ലാം ചേർത്ത് പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി. പിന്നെ അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇച്ചിരി നേരം വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളിവിടെ വീട്ടിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഞങ്ങൾ മിക്ക കറികൾക്കും ഈ തേങ്ങാപ്പാൽ ഉപയോഗിക്കാറുണ്ട്. തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ തേങ്ങാപ്പാൽ ഉപയോഗിക്കുമ്പോൾ അധികം തിളച്ച് പോകാതെ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു അടിപൊളി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിയുടെ പരിപാടിയിലേക്ക് പോകാമേ. കറി ഉണ്ടാക്കിയത് അമ്മയാണെങ്കിലും ചപ്പാത്തി പരത്തുന്ന ഞാനാണ്. ഈ വീട്ടിലെ ആസ്ഥാന പരത്തലുകാരിയാണ് ഞാനെന്ന് വേണമെങ്കിൽ പറയാം. പണ്ടൊക്കെ ഈ ഭൂപടങ്ങളൊക്കെ ആയി പോകുമെന്നൊക്കെ പറഞ്ഞ് അമ്മ എന്നെ കളിയാക്കാറുണ്ടായിരുന്നേ. പക്ഷേ ഇപ്പോൾ വലിയ തിരക്കില്ലാതെ പരത്തുന്നുണ്ട്. അതുകൊണ്ട് പരത്തുന്ന ഡ്യൂട്ടിയൊക്കെ എനിക്കാണ് എപ്പോഴും വരാറ്. ചപ്പാത്തി ആയാലും പൂരി ആയാലും എല്ലാം പരത്തി കൊടുക്കുന്നതൊക്കെ ഞാനാണ്. ബാക്കി ചുടുന്ന ഡ്യൂട്ടിയെല്ലാം അമ്മയാണ് ചെയ്യുന്നത്. അത് ഞാൻ ചെയ്താൽ അത്ര ശരിയാവാറില്ല കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ നല്ല നെയ്യൊക്കെ ഒഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചൊക്കെ ഇട്ട് എന്താ പറയുക, നല്ല മുരിച്ചൊക്കെ എടുക്കുന്നതാണ് ഇഷ്ടം. അത് അമ്മ ചെയ്താലേ അങ്ങനെ ശരിയാവത്തുള്ളൂ. ഈ ചില കാര്യങ്ങൾ അമ്മമാർ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് പറയത്തില്ല. അങ്ങനെ ഒരു കേസാണ് കേട്ടോ ഇത്. അല്ലാതെ ചപ്പാത്തി ചുടാൻ മര്യാദയ്ക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ലേ. അപ്പോൾ ഇതുമായി നമ്മുടെ ചപ്പാത്തിയും കറിയും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ന്യൂഡിലും കൂടെ എടുത്തിട്ടുണ്ട്. എനിക്ക് ചപ്പാത്തിയിൽ ന്യൂഡിൽ ചേർത്ത് കഴിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഒന്ന് പറഞ്ഞിരിക്കണേ. അപ്പോൾ ശരി, ബൈ.